ന്യൂസ് ആൻഡ് വ്യൂസ് മറ്റൊരു ചർച്ചയിലേക്ക് കടക്കുന്നു. സഹകരണ മേഖലയിൽ തുടരുന്ന പ്രതിസന്ധി, അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്, ഇടതുപക്ഷത്തിൻ്റെ നിലപാട് കൂടി വന്നിരിക്കുന്നു. ശക്തമായ പ്രക്ഷോഭമായി മുന്നോട്ട് പോകും. സഹകരിക്കാൻ കഴിയുന്ന ആളുകളെ സഹകരിപ്പിച്ചുകൊണ്ട് ശക്തമായ സന്ദേശം തന്നെ കേന്ദ്ര സർക്കാരിന് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് MP ഗോവിന്ദൻ മാഷ്, CPM നേതാവ്, ഒപ്പം അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, KPCC ജനറൽ സെക്രട്ടറി, CK പത്മനാഭൻ, BJP നേതാവ്, PV തോമസ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കുചേരുന്നു. അതിഥികളിലേക്ക് എത്തുന്ന മുമ്പ് ചെറിയൊരു ഇടവേളയിലേക്ക്. ശ്രീ MP ഗോവിന്ദൻ, കാരണം കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ സഹകരണ സംഘങ്ങളിലേക്ക് നിക്ഷേപം നടത്തിയിരിക്കുന്ന ജനങ്ങൾ ഒരു ത്രിശങ്കുവിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ട്. സർക്കാർ ഒരു ഉറപ്പ് വൈകിട്ടും നൽകുന്നുണ്ട്. എന്ത് നടപടി സ്വീകരിച്ചായാലും, ഡോക്ടർ ഐസക് ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പോലും പറഞ്ഞത്, എന്ത് നടപടി സ്വീകരിച്ചായാലും സഹകരണ ബാങ്കിലെ നിക്ഷേപകർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. എന്ത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു ഉറപ്പ്? സംസ്ഥാനത്തിന് ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? ഇവിടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, സഹകരണ മേഖല എന്ന് പറയുന്നത് കേരളത്തിലെ പട്ടണങ്ങളിലായാലും ഗ്രാമങ്ങളിലായാലും ജനങ്ങളുടെ ജീവിതത്തിൻ്റെ അടിമുടി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ മേഖലയിലും സഹകരണ മേഖല കൈവച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ വേറെ ഒരു സംസ്ഥാനത്തിലും ഇതുപോലെ കണ്ണിചേർക്കപ്പെട്ട, അതായത് ഗ്രാമങ്ങളെയും പട്ടണങ്ങളെയും എല്ലാം കോർത്തിണക്കിയിട്ടുള്ള ഒരു സഹകരണ മേഖല വേറെ അധികം കാണാനില്ല. അങ്ങനെയുള്ള ഈ കേരളത്തിൽ ഏതാണ്ട് 1,28,000 കോടി ഉറുപ്പികയുടെ നിക്ഷേപമാണ് ഈ സഹകരണ ബാങ്കുകളിൽ കേരളത്തിലുള്ളത്. അതിൽ 60% കൃത്യമായിട്ട് ജനങ്ങൾക്ക് വായ്പ നൽകിയിട്ടുള്ളതാണ്. വലിയൊരു ശതമാനം, ബാക്കി വരുന്നതിൽ വലിയൊരു ശതമാനം നിരവധി ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുള്ളതാണ്. ഈ പണമൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് പലരും വെച്ച് പുലർത്തുന്നത്. ഈ പണം മുഴുവൻ ഈ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ നോട്ട് പിൻവലിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീക്കിയത്. ഈ നോട്ട് ആകെ പിൻവലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലാകെ സപ്ലൈ ചെയ്യപ്പെട്ട പണത്തിൽ 86% പണം ഒറ്റ ദിവസം, ഒരു രാത്രി കൊണ്ട് പൂർണ്ണമായിട്ടും പിൻവലിക്കുന്നു, നിശ്ചലമാക്കപ്പെടുന്നു എന്ന് വന്നാൽ, ഇപ്പോഴും എല്ലാ ബാങ്കിൻ്റെയും അതുപോലെ തന്നെ എല്ലാ സ്ഥാപനത്തിൻ്റെയും എല്ലാ പത്രങ്ങൾ വായിച്ച് നോക്കിയാൽ മനസ്സിലാകുന്നത്, അവർ പറയുന്നത് ഞങ്ങൾക്ക് 100 രൂപയുടെ ചില്ലറ കൊടുക്കാനില്ല, പണം കൊടുക്കാനില്ല എന്നാണ്. എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥമെന്ന് ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. കാരണം 86% പണം ഈ ഇന്ത്യയിലാകെ പ്രചരിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടില്ലാതായാൽ ബാക്കി 14% പണമാണ് 100 രൂപ, അതുപോലെ തന്നെ 50 രൂപ, 20 രൂപ, 10 രൂപ, 5 രൂപ. എങ്ങനെയാണ് ഈ 86% പണത്തിന് പകരമായിട്ട് ഈ 14% പണം കൊണ്ട് ചില്ലറ മാറ്റി എടുത്ത് ഉപയോഗിക്കാനാവുക എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് കേരളത്തെയും ഇന്ത്യയെയും മൊത്തം ബാധിക്കുന്ന ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ തന്നെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടപാട് സ്ഥാപനമായിട്ടുള്ള സഹകരണ മേഖലയെ പൂർണ്ണമായിട്ട് അതിൽ നിന്ന് മാറ്റി നിർത്തുക കൂടി ചെയ്താൽ, നമ്മൾ ദിവസം തോറും ചർച്ച ചെയ്ത കാര്യമാണ് ശ്രീ MP ഗോവിന്ദൻ. പക്ഷേ ഇവിടെ ഒരു രാഷ്ട്രീയ, ശ്രീ CK പത്മനാഭൻ കൂടി ചേരുന്നത് കൊണ്ട് ചോദിക്കുകയാണ്, എന്ത് രാഷ്ട്രീയ ലാഭമാണ് ഇവിടെ ഈ പറയുന്ന സംഘങ്ങളെയൊക്കെ തകർത്തിട്ട് BJPക്ക് നിങ്ങൾ ആവർത്തിച്ചാരോപിക്കുന്ന ഒരു കാര്യം നേടാനുള്ളത്? അല്ല, ഒരു രാഷ്ട്രീയ ലാഭവും നേടാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം കേരളത്തിലെ ജീവിതം സഹകരണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അതിനെ തകർത്തെറിയാൻ മാർക്സിസ്റ്റ് ആക്രമണത്തിൻ്റെ അല്ലെങ്കിൽ അപ്രചരണമാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ മാർക്സിസ്റ്റുകാർ കൂടുതലുള്ള സഹകരണ മേഖലയാകെ തകർക്കുക, അങ്ങനെയാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സമ്പത്ത് മുഴുവൻ അവിടെയാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. മാർക്സിസ്റ്റുകാരുടെ സമ്പത്ത് മുഴുവൻ അതിലാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത് എന്നാണ് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതെല്ലാം ഒരു അസംബന്ധമാണ്. സഹകരണ മേഖല, അതായത് നോട്ടിന്റെ മറവിലൂടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം കാണുന്നുണ്ട് നിങ്ങൾ? ഞങ്ങൾ കാണുന്നതല്ല, BJP കാണുന്നുണ്ട്. BJP CPIM-ന്റെ ഇതിലൂടെ തട്ടി പറഞ്ഞല്ലോ. ഞാൻ ഇന്നലെ എല്ലാം ചർച്ചയിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ തന്നെ പറയുന്നത് ഞാൻ കേട്ടു. അവർ പറയുന്നത് പറഞ്ഞാൽ CPIM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരാകെ, കേഡർമാരാകെ
പ്രവർത്തിക്കുന്നൊരു മേഖലയാണ് സഹകരണ മേഖല. ഇവരുടെ പണം മുഴുവൻ പമ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് അവിടെയാണ് കള്ളപ്പണത്തിൻ്റെ കേന്ദ്രം എന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്നതൊന്നും വസ്തുതാപരമായിട്ട് ഒരു തരത്തിലും ആർക്കും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. ഞാൻ CKP നമ്മൾ തുടക്കം മുതൽ നമുക്ക് അത് ഖണ്ഡിച്ച് തന്നെ പോകാം. അവിടെ എല്ലാ സഹകരണ സംഘങ്ങളും കേരളത്തിലെ കള്ളപ്പണത്തിന്റെ ഒരു കേന്ദ്രമാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭൂരിഭാഗം വരുന്നത് ഇടതുപക്ഷത്തിന്റെ, ബാക്കിയുള്ളത് വലതുപക്ഷത്തിന്റെ മേൽക്കൈയുള്ള സഹകരണ സംഘങ്ങൾ, ഇവയൊക്കെ ഒരു കള്ളപ്പണത്തിന്റെ ശൃംഖല ആണ് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് ആവർത്തിക്കുന്നു? ശ്രീ MV ഗോവിന്ദൻ മാഷ് ഇന്നും ഉന്നയിക്കുന്ന, കാരണം ഒരു ആഴ്ച 10 ദിവസം പിന്നിട്ട് കഴിഞ്ഞ് ഇപ്പോഴും സഹകരണ സംഘങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് ആശങ്ക, ലക്ഷക്കണക്കിന് നിക്ഷേപകർ ഇപ്പോഴും ത്രിശങ്കുവിൽ തന്നെയാണ്. എന്തുകൊണ്ട് ഇത് മാത്രം നിങ്ങൾ ഉയർത്തിക്കാട്ടുന്നു ശ്രീ CKP? ഹലോ, CKP കേൾക്കാമെങ്കിൽ MV ഗോവിന്ദൻ മാഷ് പറഞ്ഞ ആരോപണം താങ്കൾ കേട്ട് കാണും. അല്ല, നിങ്ങൾക്ക് ആദ്യം ഒരു പെശക് പറ്റിയിട്ടുണ്ട്. എന്നെ വിളിച്ചത് CKP പത്മനാഭനാണ്. ഞാൻ ക്ഷമിക്കണം താങ്കളിലേക്ക് എത്തും മുമ്പ് താങ്കളിലേക്ക് എത്താൻ മുൻപ് ശ്രീ ക്ഷമിക്കണം താങ്കളിലേക്ക് ഒരു പിശക് പറ്റിയത് കൊണ്ട് ശ്രീ PM സുരേഷ് ബാബു താങ്കൾ ലൈനിലുണ്ടല്ലോ. ശ്രീ സുരേഷ് ബാബു, ഇന്ന് ഇപ്പോൾ യോജിച്ച ഒരു സമരത്തിലേക്ക് പോകാൻ കഴിയാതെ വരുന്നത് എന്തുകൊണ്ട്? നിങ്ങൾ എന്തുകൊണ്ടൊരു രണ്ടഭിപ്രായത്തിന് കാത്തു നിൽക്കുന്നു? ശ്രീ PM സുരേഷ് ബാബു, താങ്കൾ കേൾക്കാമെങ്കിൽ. കേൾക്കുന്നില്ല. അതിലേക്ക് എത്താം, താങ്കളിലേക്ക് എത്തും മുൻപ് ശ്രീ ഗോവിന്ദൻ മാഷ്, ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഒരു രണ്ടഭിപ്രായത്തിലേക്ക് കാര്യങ്ങൾ വരുന്നത്? കാരണം ഒന്ന്, കോൺഗ്രസ് ഒരുമിച്ച് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു രണ്ടഭിപ്രായം തുടക്കം മുതൽ നേരത്തെ ചെന്നിത്തല നിങ്ങളെ കാണുന്നു, ഒരു സർവകക്ഷി യോഗത്തിലേക്കുള്ള സാധ്യതകളൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു ഇരട്ടത്താപ്പ് എന്തുകൊണ്ടുണ്ടായി എന്നാണ് താങ്കൾ മനസ്സിലാവുന്നത്? അല്ല, കോൺഗ്രസിൻ്റെ ഒരു ഭാഗം, ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പല ഗ്രൂപ്പാണല്ലോ, ഒരു ഭാഗം ഈ പ്രശ്നത്തിൽ സഹകരണ മേഖലയിൽ സഹകാരികളോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സഹകാരികൾക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചിട്ടുള്ള വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട നേതൃനിരയിലുള്ളവരാണ് സഖാവ് പിണറായിയുമായിട്ട് സംസാരിച്ച് നിങ്ങൾ ഏതറ്റം വരെ പോകുന്നുണ്ടോ അതോടൊപ്പം നിൽക്കാൻ തയ്യാറാണ് എന്നവർ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചത്. അതാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ പഴയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെ. എന്നാൽ ഒരു വിഭാഗം ഈ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് സുധീരൻ ഉൾപ്പെടെയുള്ള ആളുടെ ഈ വ്യാഖ്യാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പത്രസമ്മേളനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ആവുന്നത്. ഇവിടെ ഞങ്ങൾക്കിതൊരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം എന്താ അറിയോ, ഇവരാരെവിടെ നിൽക്കുന്നു എന്നുള്ളതിനേക്കാളും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സഹകരണ മേഖല തുടർന്നും കേരളത്തിൽ നിലനിൽക്കണം, അതേപോലെ തന്നെ ഇന്ത്യയിൽ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ജനങ്ങൾ, അത് മാർക്സിസ്റ്റാണോ കോൺഗ്രസ് ആണോ BJP ആണോ ഒന്നും നോക്കാതെ സഹകരണ മേഖലയെ നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ യോജിച്ച് മുന്നോട്ടേക്ക് പോകാൻ തയ്യാറാണ്. എന്ന് പറഞ്ഞാൽ ജനകീയ മുന്നേറ്റത്തിൻ്റെ പശ്ചാത്തലം ഇന്ത്യയിലും അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലും സജീവമായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. മന്ത്രിസഭാംഗങ്ങൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ സമരം നടത്തിയപ്പോൾ കണ്ടൊരു കാഴ്ച. ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരു ദിവസം 24 മണിക്കൂറില്ല, അതിനു മുമ്പ് അങ്ങനെയുള്ളൂ തീരുമാനം പ്രഖ്യാപിച്ചിട്ട് വൈകുന്നേരം പ്രഖ്യാപിക്കുന്നത്. ആ പ്രഖ്യാപിച്ചിട്ട് അടുത്ത ദിവസം രാവിലെ 10 മണി ആരംഭിച്ച് വൈകുന്നേരം 5 മണി വരെയുള്ള ആ സമയത്തിനിടയിൽ ഒഴുകിയെത്തിയിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ പിന്തുണ ആ പിന്തുണയിൽ ഒരു പക്ഷേ രാഷ്ട്രീയമായി കണ്ടുകൊണ്ടുള്ള ഒരു ഭയപ്പാടാണോ ഇപ്പോൾ കോൺഗ്രസിന് സംഭവിച്ചിരിക്കുന്നത്? അല്ല, കോൺഗ്രസിന്റെ അകത്ത് ഞാൻ പറഞ്ഞില്ലേ, അതോ കേരള ബാങ്ക് എന്ന് പറയുന്ന സംവിധാനത്തിലേക്കൊക്കെ വരുമ്പോഴുള്ള പ്രകടമായ റിഫ്റ്റ് ഇക്കാര്യത്തിലേക്ക് പോയാൽ നാളെ ഒരു സമയത്ത് ജനം മറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ നൈതികമായ തലത്തിലുള്ള വൈരുദ്ധ്യം വരും എന്ന ചിന്ത കൊണ്ടായിരിക്കുമോ? ഞാൻ എന്തായാലും ആ ചോദ്യം ഒരു പക്ഷേ PM സുരേഷ് ബാബുവിലേക്ക് തന്നെ ചോദിക്കാം. ശ്രീ സുരേഷ് ബാബു, എന്താണ് ഇന്ന് ഇങ്ങനെ ഒരു സംശയത്തിലേക്ക് വരുന്നത്? ഒരുമിച്ച് നടത്തേണ്ട സമരത്തിന്റെ സമയം വന്നിരിക്കുന്നു. ഇവിടെ ഒരു രണ്ടഭിപ്രായം, വിരുദ്ധാഭിപ്രായം എന്തുകൊണ്ടേ വരുന്നു? ഇന്നും സുധീരൻ ആവർത്തിക്കുന്നത്. സുരേഷ് ബാബു,
സുരേഷ് ബാബു കേൾക്കാമോ? ഇതിനകത്ത് ഒറ്റ കാര്യം മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കാരണം ഇത് കേരളത്തിലെ സഹകരണ സംവിധാനത്തെ തകർക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു സമീപനമാണ്. അപ്പോൾ അതിനകത്തൊന്നും അഭിപ്രായ വ്യത്യാസങ്ങളില്ല. ഭരണകക്ഷിയും പ്രതിപക്ഷവും രണ്ട് തലത്തിലേക്ക് ഇത്രയും കാലമായി പ്രവർത്തിച്ചു കൊണ്ടുവരുമ്പോൾ ഈ ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ മാത്രമായി കോൺഗ്രസുമായി സഹകരിക്കാൻ പറ്റാത്ത സാഹചര്യം CPM-നുണ്ടെന്ന് CPM തന്നെ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന് CPM-മായി സഹകരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുമുണ്ട്. കാരണം നമുക്കറിയാലോ, ഇതിനെതിരായിട്ട് ആധാരമായി കളവാണ് സത്യമാണ് എന്നൊക്കെ പറയുന്ന തർക്കങ്ങൾ അവിടെ കിടക്കട്ടെ. മുഹമ്മദ് സലീമിന്റെ ഒരു പ്രസ്താവന എടുത്തു കാണിച്ചിട്ടുകൊണ്ടാണല്ലോ BJP ഈ കാര്യത്തിൽ ഗവൺമെന്റിന് അവരുടെ നയത്തിന് സാധൂകരണം കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം സമീപനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സമീപനങ്ങളെ ഞങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം വരും. അതുകൊണ്ട് ഞങ്ങൾ ഇക്കാര്യത്തിൽ യാതൊരു വെള്ളം ചേർക്കലുമില്ല. കേന്ദ്ര ഭരണകൂടം എടുത്തിട്ടുള്ള നടപടിക്കെതിരായിട്ടുള്ള ശക്തമായ സമരം കോൺഗ്രസിന്റെയും UDF-ന്റെയും ഭാഗത്തു നിന്നുണ്ടാകും. ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും സമരം ഉണ്ടായിക്കോട്ടെ. അത് ഒരുമിച്ച് വേണമെന്നില്ല. ഒരു കോസിന് വേണ്ടിയുള്ള ഒരു സമരമാണ്. ആ കോസിന് വേണ്ടിയുള്ള സമരത്തിൽ ജയിക്കുക ഈ കോസ് ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ മാത്രമേ നമുക്ക് ആഗ്രഹവും ആശങ്കയുള്ളൂ. അതായത് ഇക്കാര്യത്തിൽ ഇനി വരാൻ പോകുന്ന, കാരണം കേരള ബാങ്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല നിലപാടുകൾ നിങ്ങൾ എടുത്തിരിക്കുന്നത് അത് ഇനി വരുന്ന ആളുകളിൽ വിരുദ്ധ അഭിപ്രായത്തിലേക്ക് വേണം. പക്ഷേ ഇപ്പോൾ ഇല്ലം ചുട്ടുകൊണ്ടുള്ള ഈ നിലപാടിനൊപ്പം എന്തുകൊണ്ട് മറയില്ലാതെ ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നില്ല? അത് ആദ്യം പ്രകടിപ്പിച്ച വികാരം രണ്ടാമത് മാറിയത് ഈ കഴിഞ്ഞ ദിവസം നടന്ന സമരത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണോ? ഒരു സത്യാഗ്രഹ സമരം മന്ത്രിസഭ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് മുൻകൈയെടുത്ത് RBയുടെ മുന്നിലേക്ക് നടത്തിയ സമരത്തിന് ശേഷം അതുകൊണ്ടാണ് സംശയങ്ങൾ ഉയരുന്നത്. ശ്രീ സുരേഷ് ബാബു, അതിനകത്തൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, കേരളത്തിലെ സഹകരണ മേഖലയെക്കുറിച്ച് ഒരു സമഗ്രമായ രാഷ്ട്രീയ ചർച്ച നടത്താതെ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ചുള്ള സമഗ്രമായ ഒരു മാറ്റത്തിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അണിയറക്കുള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കറിയാമല്ലോ, അതൊക്കെ ഞങ്ങൾക്കറിയാവുന്നൊരു കാര്യങ്ങളും കൂടി ആയതുകൊണ്ടാണ്. അപ്പോൾ ഒരിക്കലും ഞങ്ങൾക്ക് അനുകൂലിക്കാൻ കഴിയാത്ത ചില നിയമങ്ങളും ചില നടപടികളും അണിയറക്കുള്ളിൽ CPM ഒരുക്കുകയും ആ CPM-ഓട് തന്നെ ഞങ്ങൾ ചേർന്ന് നിന്നുകൊണ്ട് ഈ സമരമുണ്ടാക്കുകയും പിന്നീട് വഴിപിരിയുകയും ചെയ്യുക എന്നതൊക്കെ പ്രയാസങ്ങളുള്ളതാണ്. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ, കേരളത്തിലെ നിയമസംഹിതകളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഈ ഒരു കോസിന് വേണ്ടിയുള്ള പ്രക്ഷോഭം ഞങ്ങളുടെ നിലവെക്ക് നടത്തും. അവർക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെന്റിന്റെ അവകാശവും അധികാരവും കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്താൻ കഴിയും. പ്രതിപക്ഷത്തിൻ്റെതായ ശബ്ദവും ഒരുമിച്ച് ഈ കാര്യത്തിൽ ഉണ്ടാകും. കാരണം പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കാതെ, പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ ആരായാതെ, അതിനകത്തുള്ള നല്ല നിർദ്ദേശങ്ങൾ സ്വീകരിക്കാതെ സഹകരണ രംഗത്ത് കാതലായ മാറ്റങ്ങൾ വരുത്താൻ അണിയറക്കുള്ളിൽ CPM-ഉം ഗവൺമെന്റും പരിശ്രമിക്കുന്ന പശ്ചാത്തലത്തിൽ അതിനെ ചെറുത്ത് തോൽപ്പിക്കേണ്ടുന്ന ബാധ്യത UDF-നും കോൺഗ്രസിനും ഉണ്ട്. യെസ്, തീർച്ചയായും. അതിന് മറുപടി എന്തായാലും MB ഗോവിന്ദ മാഷാണ് പറയേണ്ടത്. കാരണം ആ ദിവസം നിങ്ങൾ പോകുന്ന സത്യാഗ്രഹത്തെക്കുറിച്ച് അവരെ അറിയിച്ചില്ല. തലേ ദിവസം കൂട്ടായ ചർച്ചകൾ നടന്നു. അവിടെ എന്തുകൊണ്ട് അങ്ങനെ ആ ഒരു രീതിയിലുള്ള ഒരു അഭിപ്രായ പ്രകടനത്തിന് പോയില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്തായാലും ശ്രീ PV തോമസ്, ഈ പറയുന്ന രീതിയിലുള്ള കള്ളപ്പണത്തിന്റെ ഒരു കേന്ദ്രമാണ് ഈ കേരളത്തിലേതടക്കം ഏറ്റവും വേരോട്ടമുള്ള സഹകരണ സംഘങ്ങളൊക്കെ നിക്ഷേപങ്ങൾ, കള്ളപ്പണം നിക്ഷേപിക്കാനുള്ള ഒരു കേന്ദ്രമായി മാറുന്നു. അങ്ങനെ ഒരു പ്രചരണമുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ? ഇന്നിപ്പോൾ പോലും ഉണ്ടായേക്കാവുന്ന നഷ്ടങ്ങൾ ഓർത്ത് ധനമന്ത്രി ഡൽഹിയിൽ ആശങ്കപ്പെടുകയാണ്. വസ്തുതയിലേക്ക് കടന്നാൽ ഗുജറാത്തിലടക്കം കഴിഞ്ഞ ദിവസത്തെ സമരത്തിലെയൊക്കെ തന്നെ യുക്തി കൂടി ഉൾക്കൊള്ളുകൊണ്ട് ശ്രീ PV തോമസ്. നമ്മൾ നോക്കുമ്പോൾ ഇത് കേരളത്തിൽ മാത്രം ഉദ്ഭവിക്കുന്നൊരു പ്രശ്നമല്ല ഇത്. പക്ഷേ BJP പറയുന്നു ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾ കള്ളപ്പണത്തിൻ്റെ ഒരു കൂടാരമാണ്, അതിൽ CPM-ഉം കോൺഗ്രസും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ ഈ നാണയ നിർവീരീകരണത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് മാത്രമല്ല, അത് UP-യിലും ഉണ്ടാകാം,
പഞ്ചാബിലും ഉണ്ടാകാം. അങ്ങനെയുള്ള രാഷ്ട്രീയ കക്ഷികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണോ ഉന്നം വെച്ചുകൊണ്ടാണോ എന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് ഈ കാര്യത്തിൽ വരും. ഏതായാലും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ജനകീയ ഗ്രാമീണ മുന്നേറ്റമാണ് ഈ സഹകരണ സംഘങ്ങൾ. ഈ സഹകരണ സംഘങ്ങളെ ഉന്നം വയ്ക്കുന്നത് തീർച്ചയായിട്ടും അത് രാഷ്ട്രീയമാണെങ്കിൽ പോലും ജനങ്ങളെ, സാധാരണക്കാരെ, കർഷകരെ ഉന്നം വെച്ചുകൊണ്ടുള്ള കാര്യമാണ്. അതിനുള്ള ഒരു ഡീമോണിറ്റൈസേഷനെ, നാണയ ധ്രുവീകരണത്തെ നമുക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതൊരു കാരണവശാലും ഇത് പാടില്ല. കാരണം ജനങ്ങളുടെ അധ്യധ്വാനത്തിൻ്റെ പണമാണ് അവിടെ കിടക്കുന്നത്. അത് ലക്ഷക്കണക്കിന് കോടികളുണ്ട്. അത് മുഴുവൻ കള്ളപ്പണമാണ്. സാധാരണക്കാരന് ഗ്രാമീണൻ്റെ പണം കള്ളപ്പണമാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡൽഹിയിൽ കാണുന്ന പോലെ എനിക്ക് കാണാൻ സാധിക്കുള്ളൂ. ഡൽഹിയിൽ കാശ് വെച്ചുകൊണ്ട് ആൾക്കാർ പട്ടിണി കിടക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യ മുഴുവൻ ആൾക്കാർ കാശ് വെച്ചിട്ട് പട്ടിണി കിടക്കുകയാണ്, ആത്മഹത്യ ചെയ്യുകയാണ്, മരിക്കുകയാണ് ക്യൂവിൽ നിന്നുകൊണ്ട്. അപ്പോൾ ഒട്ടും ഹൃദയമില്ലാത്ത നിർദ്ദയമായിട്ടുള്ള ഒരു ഭരണ പരിഷ്കാരമായിട്ടാണ് ഇതിനെ കാണുന്നത്. അതുതന്നെയാണ് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ശ്രീ ജോർജ് കുര്യൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ BJP നേതാവ് ശ്രീ ജോർജ് കുര്യൻ, മരണസംഖ്യ പോലും ഒരു പക്ഷേ ആ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ രക്തസാക്ഷികളാവുകയാണ്, ഇരകളാവുകയാണ്. ഒടുവിലായി കഴിഞ്ഞ ദിവസം വയനാട്ടിൽ തളർന്നു വീഴുന്നു. ഇങ്ങനെ ഒരു പിടിവാശിയിലേക്ക് പോവുകയാണ്. കാരണം ദേശീയ ശരാശരിയൊക്കെ പരിശോധിക്കുമ്പോൾ ഉണ്ടാകാവുന്ന നഷ്ടം അടുത്ത ഡിസംബർ 30 വരെ പരിശോധിച്ചാൽ കള്ളപ്പണത്തിന് വേണ്ടിയാണ് താങ്കൾ, നിങ്ങളുടെ നേതാക്കൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരൊക്കെ എടുത്ത നിലപാടെങ്കിൽ താരതമ്യം ചെയ്യുമ്പോൾ അത്രത്തോളം സാമ്പത്തിക നഷ്ടം, ആക്കം സംഭവിക്കുകയാണ്. എന്തുകൊണ്ട് ഇപ്പോഴും ഒരു മൗനം തുടരുന്നു കേന്ദ്രം? ശ്രീ ജോർജ് കുര്യൻ. കള്ളപ്പണ ഈ 500ന്റെ 1000ന്റെയും നോട്ട് നിരോധിച്ച് പിൻവലിച്ചുകൊണ്ട് കള്ളപ്പണക്കാർക്കും കള്ളനോട്ടുകാർക്കും അവസരം കൊടുക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്, അല്ലേ? അങ്ങനെയാണോ? ശ്രീ ജോർജ് കുര്യൻ, താങ്കൾക്ക് വ്യക്തമായോ? കേട്ടത് താങ്കൾക്ക് മറുപടി. അതായത് ശ്രീ MB ഗോവിന്ദൻ മാഷുണ്ട് ചർച്ചയിൽ. എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഇത്രയും ദിവസമായിട്ട് കൂടി ഈ നടക്കുന്ന കള്ളക്കളികൾ അല്ലെങ്കിൽ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട ഒളിച്ചുകളി, അതിന്റെ രാഷ്ട്രീയം അദ്ദേഹം പറഞ്ഞു. അതിനേക്കാൾ ഉപരി ജനം, നിങ്ങളുടെ ഗുജറാത്തിലെ ജനം കഴിഞ്ഞ ദിവസം തെരുവിലേക്ക് ഇറങ്ങി ക്ഷമ പരീക്ഷിക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത്. ശ്രീ ജോർജ് കുര്യൻ, ചോദ്യം അതാണ്. അതല്ല ഞാൻ ചോദിച്ചത്. ഈ ചോദ്യത്തിന്റെ അർത്ഥം 500ന്റെയും 1000ന്റെയും നോട്ടുകൾ പിൻവലിച്ചത് റദ്ദാക്കിക്കൊണ്ട് കള്ളപ്പണക്കാർക്കും കള്ളനോട്ടുകാർക്കും അവരുടെ നോട്ടുകൾ മാറാനുള്ള അവസരം കൊടുക്കണം എന്നല്ലേ ഇവർ ആവശ്യപ്പെടുന്നത്? അതല്ലേ ഇതിന്റെ അർത്ഥം? ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ അല്ലല്ലോ ശ്രീ ജോർജ് കുര്യൻ, ചോദ്യം അതല്ലോ. താങ്കൾ വളച്ചൊടിക്കില്ലേ ദയവായി? അല്ല, അങ്ങനെയാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതാണ്, ഇത്ര കുറച്ച് ജനങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ഇത് പിൻവലിക്കണം, എന്നിട്ട് കള്ളപ്പണക്കാർക്കും കള്ളനോട്ടുകാർക്കും. അല്ലല്ല, ബദൽ സ്വീകരിച്ചതിലുണ്ടായ പാളിച്ച അതെങ്കിലും അംഗീകരിക്കണം. അതായത് ബദൽ മാർഗം ഒരുക്കുന്നതിൽ സംഭവിച്ച വീഴ്ച അതെങ്കിലും അംഗീകരിക്കണമെന്നാണ് പറഞ്ഞത്. അല്ലാതെ നല്ല യുക്തിപരമായ നിലപാടിനോട് ജനം ഒരാഴ്ചയോളം വെയിറ്റ് ചെയ്തു. ഇനിയും സാഹചര്യങ്ങൾ വൈകുന്നതിൽ ആശങ്കയാണ് ശ്രീ ഗോവിന്ദമാഷിനെ പോലെയുള്ളവർ ഉയർത്തിക്കാട്ടുന്നത്. ശ്രീ ജോർജ് കുര്യൻ, പൈസ കിട്ടുന്നുണ്ട്, ATMകളിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട്, 500ന്റെ നോട്ട് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിപ്പോസിറ്റ് ചെയ്യാനുള്ളവർക്ക് എത്ര വേണേലും അവരുടെ അക്കൗണ്ടിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യാം, അതിന് പ്രശ്നങ്ങളില്ല. അത് തന്നെയല്ല, 50 ദിവസമുണ്ട്, എല്ലാവരും പോയി ഇത് പെട്ടെന്ന് മാറിയെടുക്കണ്ട എന്നുള്ള നിർദ്ദേശവും വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ജനങ്ങളോട് ഇങ്ങനെ പറയുക, ജനങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണ്. ജനങ്ങള് ഗുജറാത്തിലല്ല, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഗുജറാത്ത് മാത്രമല്ലല്ലോ, ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ശരി ശരി ഒന്നിടപെടുകയാണ് ശ്രീ MB ഗോവിന്ദൻ മാഷ്. അവിടെയും നിങ്ങൾ രാഷ്ട്രീയം കാണുകയാണോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. കാരണം എല്ലാം റെഡിയായി, 500ന്റെ നോട്ട് വന്നു കഴിഞ്ഞു, മറ്റ് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ല. ജനം തെരുവിലേക്ക് എന്ന് പറയുമ്പോൾ തെരുവിൽ നിന്ന് തന്നെയാണ്, ATMകളൊക്കെ തെരുവിലാണ്, ആ അർത്ഥത്തിലാണ് അദ്ദേഹം കാണുന്നത്. അദ്ദേഹം പറയുന്നതിൽ യാതൊരു വസ്തുതയില്ല. ഇത് BJPക്കാർ കുറേ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. 1-ാം തീയതി മുതൽ, അതായത് നിരോധിച്ച ആ അന്ന് മുതൽ BJPക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നാളെ ശരിയാവും, മറ്റന്നാൾ ശരിയാവും, ഒരാഴ്ച കഴിഞ്ഞാൽ ശരിയാവും, 10 ദിവസം കഴിഞ്ഞാൽ ശരിയാവും. ഇനിയിപ്പോൾ എത്ര ആഴ്ച കഴിഞ്ഞാലാണ് ശരിയാകുക എന്നുള്ളതിനെപ്പറ്റി ഇവർക്ക് യാതൊരു ധാരണയില്ല. ഇവർക്ക് ധാരണ ഉണ്ടാക്കാനാവില്ല. കാരണം എന്താ പറഞ്ഞാൽ, ഇവിടെ ഈ നിരോധിച്ച നോട്ട് വീണ്ടും പുനഃസ്ഥാപിക്കുക എന്നുള്ളത് ഒരു ഡേറ്റ് വെച്ച് കൃത്യമായിട്ട് മാർക്കറ്റ് കൈകാര്യം ചെയ്ത് പോകാനുള്ള സൗകര്യം ഉണ്ടായി കൊടുക്കണ്ടേ? ഞങ്ങൾ CPIM പറഞ്ഞുള്ളത് എന്താ, വരുന്ന 31-ാം തീയതി വരെയെങ്കിലും ഈ പഴയ പണം സ്വീകരിക്കാൻ സൗകര്യം ഉണ്ടായി കൊടുക്കണം, മാർക്കറ്റിന് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കണം. അങ്ങനെ വരുമ്പോൾ കള്ളപ്പണക്കാരെ യഥാർത്ഥത്തിൽ
രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയും. ഇനിയിപ്പം കള്ളപ്പണക്കാരുടെ വഴിയുള്ള പണം ഇനിയും ഒളിപ്പിക്കാൻ സാധിക്കുമല്ലോ. എന്താ ഇപ്പം കുഴപ്പമുള്ളത്? അവർക്കല്ല പ്രയാസം, പാവപ്പെട്ടവർക്കാണ് പ്രയാസം. നാട്ടിലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർക്കാണ് യഥാർത്ഥത്തിൽ പ്രയാസം ഉണ്ടാകുന്നത്. ആ പ്രയാസം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുന്നില്ല. ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, 86% ഇന്നത്തെ ഇന്ത്യയിലെ ആകെ ക്രയവിക്രയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സപ്ലൈ ചെയ്യപ്പെട്ട പണത്തിൻ്റെ 86% മരവിച്ച് കിടക്കുന്ന ഒരു രാജ്യത്ത് ഇതേപോലെ മുമ്പോട്ടേക്ക് പോയാൽ എത്ര മാസം വേണ്ടി വരും സമ്പദ് വ്യവസ്ഥ ശരിയായ രീതിയിൽ പോകാനെന്നുള്ള കാര്യം കൃത്യമായിട്ട് ആലോചിക്കുന്നവർക്ക് മുഴുവൻ മനസ്സിലാവും. മാസങ്ങളെടുക്കും, 6 മാസമെങ്കിലും ചുരുങ്ങിയതെടുക്കും. അപ്പോഴേക്ക് കേരളത്തിൻ്റെ ഉൾപ്പെടെയുള്ള സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ എല്ലാ ഗവൺമെൻറ്റും, ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റൊന്നുമല്ല, എല്ലാ ഗവൺമെൻറ്റുകളുടെയും സമ്പദ് വ്യവസ്ഥ ഗുരുതരമായ പ്രതിസന്ധിയിലായിരിക്കും. ഈ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നതിന് എന്തെങ്കിലും മുൻകരുതൽ ഈ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന പ്രശ്നമില്ല, എടുത്തിട്ടുമില്ല. അപ്പോൾ നോട്ട് പോലും മാറ്റി കൊടുക്കാൻ സാധിക്കുന്നില്ല. ഒരു തരത്തിലുള്ള നിലപാടും അവർ സ്വീകരിക്കുന്നുമില്ല. പുതുതായിട്ട് 500 രൂപ എത്താൻ എത്തുമെന്ന് പറഞ്ഞിട്ട് എത്ര കാലമായി? ഇപ്പോഴും തന്നെ സപ്ലൈ ചെയ്തോളം നടത്താൻ സാധിക്കാത്ത സ്ഥിതിയല്ലേ ഉണ്ടായിട്ടുള്ളത്. ഇനി 500 രൂപ എന്ന് പറഞ്ഞാൽ എത്ര 500 രൂപയാണ് ഉള്ളത്? ഇവിടെ ആകെ കൊണ്ടുവരുന്ന 500 രൂപയുടെ കണക്ക് പറഞ്ഞല്ലോ. ആ കണക്കും ഇവിടെ നിരോധിച്ച 500 രൂപേൻ്റെ കണക്കും തമ്മിൽ എന്തെങ്കിലും താരതമ്യമുണ്ടോ? അതല്ലേ ഞാൻ പറഞ്ഞത് നേരത്തെ. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, ഈ 86% ഇപ്പോൾ എല്ലാവരും അംഗീകരിച്ച കണക്കാണ്. ഇത്ര വലിയ ഒരു മരവിപ്പ് ഒരു ഭാഗത്ത് സൃഷ്ടിച്ചതിന് ശേഷം വളരെ ചെറിയ രീതിയിലുള്ള ഒരു പണ ഇടപാടിന് വേണ്ടിയുള്ള സംവിധാനം മാത്രമേ ഈ കേരളത്തിലും ഇന്ത്യയിലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഗുരുതരമായ പ്രത്യാഘാതമാണുള്ളത്. നേരത്തെ പറഞ്ഞ സുരേഷ് ബാബു പറഞ്ഞൊരു കാര്യത്തിൽ മറുപടി പറയേണ്ടതുണ്ട്. അതായത് ബംഗാളിലെ ഒരു പാർട്ടി നേതാവ് അവിടെ ഒരു ബാങ്കിൽ തൃണമൂൽ കോൺഗ്രസ്സുകാരൻ കൊണ്ടുപോയിട്ട 68 കോടി രൂപയുടെ കള്ളപ്പണം ഇവിടെ ഇട്ടിരിക്കുന്നു. അത് അടിയന്തരമായിട്ട് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നാണ് പറഞ്ഞത്. അവിടുത്തെ സഹകരണ ബാങ്കിനെ അവസാനിപ്പിക്കണമെന്നല്ല. അതിന്റെ വിശദീകരണം ഇന്നലെയും നൽകിയതാണ്. ശ്രീ ജോർജ് കുര്യൻ, താങ്കൾ ദയവായി തുടരണം, അതിന് മറുപടി പറയണം. കാരണം നിങ്ങളുടെ അടക്കമുള്ള വലിയ ഏകദേശം 50ഓളം സഹകരണ സംഘങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനോടുള്ള നിലപാട് താങ്കൾ പറയേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് മടങ്ങിയെത്താം. ശ്രീ ജോർജ് കുര്യൻ, അവധാനതയോടുള്ള മറുപടി വേണം ശ്രീ MV ഗോവിന്ദൻ മാഷിന്റെ ആരോപണത്തിന്. രൂപയുടെ നോട്ട് മാർക്കറ്റിൽ ഇറങ്ങിയത് ഗോവിന്ദൻ മാഷ് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പൊ 86 അത് 50 കുറഞ്ഞു കഴിഞ്ഞു. ഏതാണ്ട് എല്ലാ കേരളത്തിന്റെ ഇപ്പൊ കേരളം ഒഴിച്ചുള്ള മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ 500 ഇറങ്ങിക്കഴിഞ്ഞു. അപ്പൊ അത് 50-നും താഴേക്ക് വന്നിരിക്കുന്നു. ഏതാണ്ട് 30-40% വന്നിരിക്കുകയാണ്. അത്രയും മാർക്കറ്റ് കുറവുണ്ട് എന്നുള്ളത് സമ്മതിക്കുന്നു. അത് തന്നെയല്ല, റിസർവ് ബാങ്ക് 500 രൂപ നേരത്തെ ഉണ്ടായിരുന്ന അത്രയും അടിക്കില്ല എന്ന് ഗോവിന്ദ മാഷ് കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയെങ്കിലും കുഴപ്പമുണ്ടാക്കുക. മുഹമ്മദ് സലീം പറഞ്ഞത് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കൊണ്ട് ഈ കള്ളപ്പണം ഇട്ടെന്നാണ്, വേറെ ഏതെങ്കിലും ബാങ്കിൽ ഇട്ടെന്നല്ല. ബംഗാളില് കോഓപ്പറേറ്റീവ് ബാങ്കില് കള്ളപ്പണം ഇട്ടാണെങ്കിൽ കേരളത്തിലെടുത്തില്ലേ? ബാങ്കിന്റെ പേര് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. അതെ, ഞാൻ പറയുന്നത് ഒരു നാഷണലൈസ്ഡ് ബാങ്കിലും നിങ്ങൾ പറയുന്ന ആരും ഈ പറയുന്ന വേറെ കള്ളപ്പണക്കാരൊന്നും ഇട്ടെന്ന് പറയുന്നില്ലല്ലോ. കോർപ്പറേറ്റ് ബാങ്കിലല്ല ഇട്ടത്. കോർപ്പറേറ്റ് ബാങ്കിൽ കള്ളപ്പണം ഇടാൻ സാധിക്കുന്നു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ പറയട്ടെ, ഇന്ത്യയില് വേറെ ഏതെങ്കിലും ഷെഡ്യൂൾഡ് ബാങ്കിലോ അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കിലോ ആരെങ്കിലും കള്ളപ്പണം ഇട്ടിട്ടുണ്ടെന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയട്ടെ. അത് പറയുന്നില്ല. കോർപ്പറേറ്റീവ് ബാങ്ക് എടുത്തു പറഞ്ഞതുകൊണ്ട് കോർപ്പറേറ്റീവ് സെക്ടറിൽ ശ്രീ ജോർജ് കുര്യൻ, ഈ കോർപ്പറേറ്റീവ് സഹകരണ സംഘത്തോട് നിങ്ങൾ ഈ പറയുന്ന KYC എന്ന നോംസ് അല്ലെങ്കിൽ മാത്രം പറഞ്ഞുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ഒരു നിലപാടിലേക്ക് പോകുന്നത്? നിങ്ങളുടെ സഹകരണ സംഘങ്ങളടക്കം കേരളത്തിൽ നിങ്ങൾ കൂടി ഇതുള്ള അല്ലെങ്കിൽ പങ്കാളിത്തമുള്ള സംഘങ്ങളൊക്കെ ഉണ്ടല്ലോ ശ്രീ ജോർജ് കുര്യൻ. അതൊക്കെ ഈ പരിധിയിൽ വരുന്നതാണോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സഹകരണ സംഘത്തിന്റെ തലപ്പത്തിരിക്കുന്ന BJP-ക്കാരാണ്. കേരളത്തിലെ 50 ഉള്ളൂ. അതൊക്കെ അത് ബാധകമാണ്. ഏത് ഒരു നിയമം വന്നു കഴിഞ്ഞാൽ BJP-ക്കാരെന്നോ കമ്മ്യൂണിസ്റ്റുകാരെന്നോ കോൺഗ്രസ്സുകാരെന്നോ ഇല്ല, എല്ലാവർക്കും ബാധകമാണ്. ആ നിയമം എല്ലാവരും പാലിച്ചേ പറ്റുള്ളൂ. അത് രാജ്യത്തിന് വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും BJP-ക്കാർക്ക് പ്രത്യേക പരിഗണന കൊടുത്തെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലല്ലോ. ഗുജറാത്തിലെ കാര്യം പറഞ്ഞില്ലേ, BJP-ക്കാരല്ലേ ഇറങ്ങിയത്, അല്ലെങ്കിൽ BJP-യെ പിന്തുണയ്ക്കുന്നവരായിരിക്കുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതെല്ലാവർക്കും ബാധകമാണ്. കള്ളപ്പണം തടയാൻ വേണ്ടിയുള്ള ശക്തമായിട്ടുള്ള നടപടിയാണ്. അതിന് സഹകരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ശ്രീ ജോർജിനെ മടങ്ങിയെത്ത ശ്രീ PM സുരേഷ് ബാബു, ഇവിടെ ഒരു തിരിച്ചറിയൽ മാനദണ്ഡമാണ് ഒരുപക്ഷെ ഇവർ പറയുന്നതെങ്കിൽ
അക്കാര്യത്തിൽ ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക് ദേശസാൽകൃത ബാങ്കുകളിൽ പോലും ഇത്തരത്തിലുള്ള തെറ്റായ അല്ലെങ്കിൽ യഥാർത്ഥ തിരിച്ചറിയൽ രേഖകൾ ഇല്ലാത്ത ആളുകളെ ഉണ്ട് എന്ന് റിസർവ് ബാങ്ക് പോലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു അടച്ചൊരു മാനദണ്ഡം സഹകരണ സംഘത്തെ അടിച്ചേൽപ്പിച്ച് ഒരു പക്ഷേ ഇല്ലം ചുടുന്നതിലേക്ക് പോവുകയാണോ? യുക്തിപരമായ ഒരു നിലപാട് ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത്, നേരത്തെ ജോർജ് കുര്യൻ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ഗുജറാത്തിലടക്കം വളരെ നാടിയാണ്, ഗ്രാമങ്ങളുടെ ഒരു നാടിയാണ്, ഇതിനെ തകർക്കുക എന്ന ബോധപൂർവമായ ഒരു ലക്ഷ്യം ഉണ്ട് എന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് ആരോപിക്കേണ്ടി വരുന്നു? ശ്രീ സുരേഷ് ബാബു. ഇതിനകത്തിപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ജോർജ് കുര്യൻ പറഞ്ഞിരിക്കുന്നത് സലീമിൻ്റെ കത്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. പക്ഷെ സലീമിൻ്റെ കത്ത് പറഞ്ഞ് വ്യക്തമായി അത് ഒരു സഹകരണ ബാങ്കിലെ നിക്ഷേപത്തെക്കുറിച്ചാണ്. ആ ബാങ്കിലെ നിക്ഷേപത്തിനെ കുറിച്ച് അന്വേഷിച്ച് അതിൻ്റെ വസ്തുതകൾ കണ്ടുപിടിക്കുന്നതിന് പകരം ഒട്ടാകെ നാട്ടിലുള്ള മുഴുവൻ സഹകരണ സ്ഥാപനങ്ങളെയും ആ ഒരു കത്തിൻ്റെ ബലത്തിൽ പീഡിപ്പിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ലല്ലോ. BJPക്കാണ് രാജ്യത്തെ വലിയ സർവീസ് സഹകരണ സംഘങ്ങൾ ഉണ്ടത് എന്നതിനെക്കുറിച്ചുള്ള തർക്കത്തിനൊന്നും ഞാനിവിടെ മുതിരുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ശ്രീ ജോർജ് കുര്യൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBIയുടെ കൺട്രോളിലുള്ള ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക് ഇത്തരം എല്ലാ ട്രാൻസാക്ഷനുള്ള മുഴുവൻ അവകാശങ്ങളും കൊടുക്കുന്നതോടൊപ്പം തന്നെ റിസർവ് ബാങ്കിന്റെ ഡയറക്റ്റ് കൺട്രോളുള്ള ജില്ലാ ബാങ്കുകൾക്ക് എന്തുകൊണ്ട് അത് കൊടുക്കുന്നില്ല? കേരളത്തിലെ ജില്ലാ ബാങ്കുകൾക്ക് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? എല്ലാ ബാങ്കുകളുടെ കീഴിലുള്ള സ്ഥാപനങ്ങളാണ് ബാക്കിയുള്ള സർവീസ് സഹകരണ സ്ഥാപനങ്ങൾ. അവരെ നിയന്ത്രിക്കാൻ ജില്ലാ ബാങ്കിന് കഴിയും. ജില്ലാ ബാങ്കിന് അത് RBI ലൈസൻസ് ഉള്ളതായ സ്ഥാപനമായതുകൊണ്ട് RBIക്ക് നേരിട്ട് അതിനകത്ത് പരിശോധന നടത്താൻ കഴിയും. അങ്ങനെ സുതാര്യമായ സംവിധാനത്തിലൂടെ എന്തെങ്കിലും തരത്തിൽ ശ്രീ ജോർജ് കുര്യനോ BJPയോ ആരോപിക്കുന്നത് പോലെയുള്ള തെറ്റുകൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ അവസരമുണ്ടാകുന്ന സാഹചര്യം നിയമപരമായി നിലനിൽക്കുമ്പോൾ അതിനെതിരെ ഇത്തരം നടപടികൾ എടുത്ത് അവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിനെതിരെ വിരൽ ചൂണ്ടുന്നതാണ് ഈ നാട്ടിലെ സഹകരണ സ്ഥാപനങ്ങളെ കൊല്ലുക അല്ലെങ്കിൽ സഹകരണ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമുണ്ടെന്ന ആരോപണത്തിന്റെ പിന്നിൽ. മറ്റേതെങ്കിലും RBI ലൈസൻസ് ഉള്ള ബാങ്കുകൾക്ക് കൊടുത്തിട്ടുള്ള സ്വാതന്ത്ര്യം എന്തുകൊണ്ട് 14 ജില്ലാ ബാങ്കുകൾക്ക് കൊടുക്കുന്നില്ല? അതുകൊണ്ടാണ് അത്തരം ആരോപണം ഉന്നയിക്കേണ്ടി വരുന്നത്. ആ വസ്തുത ജോർജ് കുര്യൻ മനസ്സിലാക്കണം. ഉഴവൂർ വിജയൻ, ജനം സഹിക്കുകയാണോ? കാരണം സഹനശക്തി നഷ്ടപ്പെട്ട് രാജ്യത്തിന് വേണ്ടിയുള്ള നിൽക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിന്റെ ദേശീയത പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്രയും ദിവസവും നമ്മൾ നിന്നത്. ഇനിയും ഇടപെടലിന്റെ നിങ്ങളുടെ ഇടതുപക്ഷം ഇന്ന് ആലോചിച്ച് തീരുമാനമെടുത്തത് ശക്തമായ വരുന്നെങ്കിൽ വരട്ടെ കോൺഗ്രസ് അല്ലെങ്കിൽ സഹകരിക്കുന്ന ആളുകൾക്കൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അത്രത്തോളം ഗുരുതരമാണോ സാമ്പത്തിക കാർഷിക മേഖലയിലടക്കമുള്ള വരും ദിനങ്ങൾ എന്ന ബോധ്യമാണോ ഇത്തരമൊരു നിലപാടെടുക്കാൻ പ്രേരിപ്പിക്കുന്നത്? BJPക്കാര് ആരോട് ചോദിച്ചാലും അവർ പറയുന്നത് ഇപ്പോൾ ശരിയാക്കാം. കുതിരവട്ടം പപ്പു പറയുന്ന നിലയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജോർജ് കുര്യനാണെങ്കിൽ എൻ്റെ അയൽവാസി കൂടിയാണ്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു പണത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ നാളെ ഞാൻ നാട്ടിലുണ്ടാവും. എന്തെങ്കിലും ചില്ലറയുടെ പ്രശ്നം വന്നാൽ ജോർജ് കുര്യനെ ഞാൻ സമീപിക്കുന്നതായിരിക്കും. നമ്മൾ വെറുതെ ചാനലിൽ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. എനിക്ക് 2000-ൻ്റെ നോട്ട്, അതുപോലെ കുറേ എൻ്റെ അത്യാവശ്യം കാര്യങ്ങൾ നടക്കാൻ, ഇപ്പോൾ ചായക്കടയിൽ കയറിയാൽ ചായ കുടിക്കാനുള്ള കാശ് പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാതെ നട്ടം തിരിയുകയാണ്. അതുകൊണ്ട് പ്രായോഗികമായി ഈ കാര്യങ്ങളിലേക്ക് വർത്തമാനം പറയാൻ തയ്യാറാകണം. ജോർജ് കുര്യൻ നല്ല മനുഷ്യനാണ്, ആ കാര്യത്തിലൊന്നും എനിക്ക് തർക്കമുള്ള കാര്യമല്ല. പിന്നെ സുരേഷ് ബാബു, അദ്ദേഹത്തോടും പറയാനുള്ളത്, അദ്ദേഹം കുറേയൊക്കെ സാമാന്യം യുക്തിസഹജമായി സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, സുധീരനെ ഈ കാര്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അദ്ദേഹം എല്ലാ കാര്യത്തിലും ഒരു ഒറ്റയാൻ കളി നടത്തുന്ന ഒരു രീതി കോൺഗ്രസിനകത്തുമുണ്ട്, കോൺഗ്രസിന് പുറത്തുമുണ്ട്. അത് പല കാര്യങ്ങളിലും നമുക്ക് അറിയാവുന്നതാണ്. എങ്കിലും അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി സംസാരിച്ച് കൊണ്ടുവരാൻ തയ്യാറാണെന്ന് സഹകരണ മന്ത്രി AC മൊയ്തീൻ ഇവിടെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സമരത്തിൽ എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗോവിന്ദ മാസ്റ്ററുണ്ട്, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് ആലോചിച്ച് നിങ്ങൾ പറയുന്ന നിർദ്ദേശം അതെന്തൊക്കെ ഉണ്ടോ അത് ഈ നാടിന് വേണ്ടി
ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ്, ഞങ്ങളതിൽ ആദ്യം പോയി അല്ലെങ്കിൽ ഞങ്ങൾ ജയിച്ചു, അതിൻ്റെ പേരിൽ ഒരു പ്രത്യേക കാര്യമൊന്നുമില്ല. ഇതുവരെ ഇവിടെ ഗോവിന്ദ മാസ്റ്റർ ചൂണ്ടിക്കാണിച്ച പോലെ പാർട്ടിക്കാരെ കൊല്ലാനായിരുന്നു ശ്രമം. ഇപ്പം പാർട്ടിക്കാർ നേതൃത്വം നൽകുന്ന ബാങ്കുകളെ കൊല്ലാനുള്ള ശ്രമത്തിൽ നിന്നും BJP പിന്മാറണം, അല്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നമുണ്ടാകും. കുറേ നാളും കൂടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് നിൽക്കാം, കുറേ നാളൊന്നും പറ്റിയല്ല, ഏറിയാൽ അരനാഴിക നേരം എന്ന് പറയേണ്ട ഒരു സ്ഥിതിയാണ്. അതുകൊണ്ട് മാന്യമര്യാദയായിട്ട് പ്രശ്നം തീർക്കാനായിട്ട് മുമ്പോട്ട് കടന്നു വരണം. പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെ അതിന് തയ്യാറാകണം. കോൺഗ്രസ്സുകാർ, മുസ്ലിം ലീഗുകാരും ഒക്കെ വളരെ നല്ല നിലപാടാണ് ഇതിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കോൺഗ്രസ്സുകാരിലെ ഒരു ചെറിയ വിഭാഗം മാത്രമായി മാറി നിൽക്കാതെ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഒക്കെ എടുത്ത നിലപാട്, ഇതുവരെയുള്ള നിലപാട് ശ്ലാഘനീയമാണ്. അവരും കൂടെ കൂട്ടിച്ചേർത്ത് സുധീരനെയും കൂടി, അത് സുരേഷ് ബാബു അദ്ദേഹത്തോട് പറഞ്ഞാൽ കേൾക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞ് നമ്മുടെ ഈ സമരമുഖത്തേക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ശരി. ശ്രീ ഗോവിന്ദ മാഷ്, കാരണം ചെറിയ സൂക്ഷ്മതക്കുറവ് സംഭവിച്ചിട്ടില്ലേ എന്ന ഒരു വിലയിരുത്തലിലേക്ക് വന്നാൽ, കാരണം റിസർവ് ബാങ്കിൻ്റെ നോംസിനനുസരിച്ചുള്ള വ്യതിചലിച്ച് പോകുന്നു എന്ന് ഇവർ ആവർത്തിച്ച് പറയുകയാണ്. അതിൻ്റെ പരാതി റിസർവ് ബാങ്കിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. KYC മാനദണ്ഡങ്ങൾ അപ്പുറത്തേക്ക് പോയ ബാങ്കുകളുടെ, അല്ലെങ്കിൽ അങ്ങനെ സ്വീകരിച്ച പണം സ്വീകരിച്ച് വ്യതിചലിച്ച് പോയ, ഇങ്ങനെ ഒരു പിഴവ് ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്ന നടപടി, അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ സഹകരണ സംഘങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ആളുകൾ കൂടി ഇതിലൊരു ബാധ്യത വരുന്നില്ലേ? അല്ല, ഞങ്ങൾ ആർക്കെങ്കിലും വേണ്ടി വാദിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്, തിരിച്ചറിയണ വേണ്ട. സഹകരണ മേഖല എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു CPM-കാരൻ്റെ ഒന്നുമല്ല, നൂറുകണക്കിന് വർഷമായി, ഏതാണ്ട് 100-ലധികം വർഷമായിട്ടുണ്ടാവും സഹകരണ മേഖല തുടങ്ങിയിട്ട് കേരളത്തിൽ. അങ്ങനെ അന്നു മുതലേ ആരംഭിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ഇത്. ആ സംവിധാനം യഥാർത്ഥത്തിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ശരിയായ നിലപാടടിസ്ഥാനപ്പെടുത്തിയിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഭരണഘടനാ ഭേദഗതി വരുത്തിയിട്ട് ഇതിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ഇടപെടാനുള്ള സൗകര്യം ഇപ്പോൾ ഏറ്റവും അവസാനം കൊടുത്തിരിക്കുകയാണ്. സഹകരണ സംഘങ്ങൾ കൃത്യമായിട്ട് മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഭേദഗതിയോടുകൂടി ഇപ്പോഴും കേന്ദ്ര ഗവൺമെൻറ്റിന് കൂടി സഹകരണ മേഖലയിൽ ഉൾപ്പെടെ ഇടപെടാനുള്ള സൗകര്യം ലഭിച്ചിട്ടുള്ളത്. ഈ ലഭിച്ച പശ്ചാത്തലത്തിൽ അതായത് ദേശസാൽകൃത ബാങ്കുകളെ പ്രകടമായി സഹായിക്കുക, അതാണോ താങ്കൾ? അതായത് പലപ്പോഴായി കോർപ്പറേറ്റ് ഇടപെടലുകളെ ഒരുപക്ഷെ തടഞ്ഞു നിർത്തിയിട്ട് ഉള്ള പാരമ്പര്യമുള്ള ജനങ്ങൾക്ക് കൂടുതൽ അത്, അതായത് വൻകിട ബാങ്കുകൾക്ക് എന്നും വെല്ലുവിളിയായിരുന്നു സഹകരണ സംഘങ്ങൾ. അല്ല, വൻകിട ബാങ്കുകൾക്കല്ല യഥാർത്ഥത്തിൽ സഹകരണ സംഘം വെല്ലുവിളിയായത്. നാട്ടിൽ മുമ്പ് ഹുണ്ടിക പലിശ കൊടുത്ത് വാങ്ങും, അതായത് ചെറിയ പണം വാങ്ങിയിട്ട് വലിയ പലിശ കൊടുത്ത് മുടിയുന്ന ഒരു ഘട്ടമായിരുന്നു. സമ്പന്നരായിട്ടുള്ള ചില ആളുകളുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു പ്രശ്നം അത്. ആ വട്ടിപ്പലിശ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന ആ ബ്ലേഡ് അവസാനിപ്പിക്കാൻ സാധിച്ചത് നാട്ടിൻ പ്രദേശങ്ങളിൽ ഈ സഹകരണ സംഘങ്ങളുള്ളതുകൊണ്ടാണ്. ദേശസാൽകൃത ബാങ്കുകൾക്കൊന്നും നമ്മളാരും എതിരായിരുന്നില്ല. ഇപ്പോൾ ദേശസാൽകൃത ബാങ്കുകളെയും കവച്ചു വെച്ചുകൊണ്ട് അത് ഈ കോർപ്പറേറ്റുകൾക്ക് ആവശ്യമായ സൗകര്യം ചെയ്ത് കൊടുത്തിട്ട് എല്ലാം നഷ്ടത്തിലേക്ക് പോവുകയാണ്. ലക്ഷക്കണക്കിന് കോടി ഉറുപ്പികയാണ് ഓരോ കൊല്ലവും അതിൽ നിന്ന് എഴുതി തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം തന്നെ ഉണ്ടായിട്ടുള്ള 7016 കോടി ഉറുപ്പിക എഴുതി തള്ളുന്ന നില ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ, അതായത് വൻകിട സാമ്പത്തിക ശേഷിയുള്ള ധനമൂലധനത്തിൻ്റെ, അതുകൊണ്ട് വിദേശ മൂലധനത്തിൻ്റെ ഉൾപ്പെടെയുള്ള ബാങ്കുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് യാതൊരു തടസ്സവും ഇപ്പോൾ നേരിടേണ്ടി വരുന്നില്ല. അവർ തന്നെ ഇപ്പോൾ പറയുന്നത് നിങ്ങളുടെ ബാങ്കിലെ മുഴുവൻ പണവും ഞങ്ങൾക്ക് തന്നുകളാന്നാണ് അവർ പറയുന്നത്. അപ്പോൾ സഹകരണ മേഖലയിലുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് സ്ഥാപനങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതാണ്ട് 1280 വരുന്ന കോടി, 1,28,000 കോടി വരും. 1,28,000 കോടി ഉറുപ്പികയുടെ ഡെപ്പോസിറ്റ്, അതിൻ്റെ 60% കടം, നല്ല ഒരു ശതമാനം വിവിധ ബാങ്കുകളിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ചത്. കാരണം അതിനേക്കാളും വെറുതെ വെക്കുന്നതിനേക്കാളും പലിശ കിട്ടുമെന്നുള്ളത് കൊണ്ടാണ്, ജില്ലാ ബാങ്ക് ഉൾപ്പെടെ. ഇങ്ങനെ വെച്ച പണം മുഴുവൻ കള്ളപ്പണമാണ് എന്ന് പറയുന്നവർക്ക് തലക്ക് വെളിവില്ല എന്നാണ് പച്ച മലയാളം. ഇത് എവിടെയോ ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്നു എന്നുള്ളതാണ് ധരിച്ചു വെച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതാണ്ട് 50 കൊല്ലം 60 കൊല്ലം 70 കൊല്ലം പ്രായമുള്ള ബാങ്കുകളുടെ ജനങ്ങളുടെ പരിപൂർണമായിട്ടുള്ള പിന്തുണയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഹകരണ ബാങ്കുകളെ മുഴുവൻ ശ്രീ ജോർജ് കുര്യൻ തലയ്ക്ക് വെളിവില്ലാത്ത നടപടി തന്നെയാണ് സ്വീകരിക്കുന്നത്, അതായത് സഹകരണ ബാങ്കുകളുടെ കാര്യത്തിൽ. അതായത്
PM സുരേഷ് ബാബു നേരത്തെ സൂചിപ്പിച്ച ഒരു വസ്തുതയാണ്. കാരണം ഷെഡ്യൂൾ ബാങ്കുകൾക്ക് ഒക്കെ നൽകിയിട്ടുള്ള ആ ഒരു അധികാരം ഇവിടെ ജില്ലാ സഹകരണ ബാങ്കുകളുണ്ട്. തിരുത്താവുന്ന അല്ലെങ്കിൽ ഇടപെടലിലൂടെ നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാവുന്ന ഘടകങ്ങളായിരുന്നു. അതിനൊന്നും മുതിരാതെ ഈ ഇല്ലം ചുടുന്ന പരിപാടി, അതാണ് സംശയം. രാഷ്ട്രീയമായ ലാഭം ഇതിൻ്റെ നോട്ടിലൂടെ നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന ചോദ്യത്തിലേക്ക് വരേണ്ടി വരുന്നത്. ശ്രീ ജോർജ് കുര്യൻ. ജില്ലാ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ അംഗങ്ങൾ എന്ന് പറയുന്നത് പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്കുകളാണ്. കേരളത്തിലെ ജനങ്ങള് എല്ലാവർക്കും ഉണ്ട് വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡും റേഷൻ കാർഡും. അത് രണ്ടും മതി KYC ഉണ്ടാക്കാൻ. ഗ്യാസ് കണക്ഷന് വേണ്ടി ആധാർ കാർഡും അതുപോലെ ബാങ്ക് അക്കൗണ്ടും എല്ലാം കൊടുത്തവരാണ് കേരളത്തിലെ എല്ലാ കുടുംബങ്ങളും. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട് ഈ 99% വരുന്ന കർഷകരും ഈ ഐഡന്റിറ്റി പ്രൂഫ് കൊടുക്കാൻ തയ്യാറാണ്? സുരേഷ് ബാബു അല്ല നിങ്ങളോ പറഞ്ഞതുപോലെ ഒരു നാഷണലൈസ്ഡ് ബാങ്കിലും ഒരു ഷെഡ്യൂൾഡ് ബാങ്കിലും അവർ ഐഡന്റിറ്റി പ്രൂഫോ അല്ലെങ്കിൽ അഡ്രസ് പ്രൂഫോ ഇല്ലാതെ അവർ അക്കൗണ്ട് തുടങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ ജനങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ 1% കള്ളപ്പണക്കാർക്ക് വേണ്ടി അത് വേണ്ട എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത്. ഇത് പക്ഷേ പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്കുകൾ വാങ്ങിച്ചു തുടങ്ങി. കാരണം പിടിച്ചു വെക്കാൻ സാധിക്കില്ലാത്തതുകൊണ്ട് അവര് ജനങ്ങൾ അപ്പം തന്നെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡിന്റെ കോപ്പിയും റേഷൻ കാർഡിന്റെ കോപ്പിയും കൂടെ കൊടുത്താൽ KYC ആയി. അതായി കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ സമ്മതിക്കുകയില്ല. ജനങ്ങളെ നിങ്ങൾ കൊടുക്കരുത്, ഞങ്ങളുടെ കള്ളപ്പണക്കാർ ആണ് ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് 90% വരുന്ന ജനങ്ങളെ കവചമാക്കിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഈ 1% വരുന്ന കള്ളപ്പണക്കാർ അവരുടെയാണ് പണം കൂടുതൽ കിടക്കുന്നത്. ശ്രീ ജോർജ് മടങ്ങി ശ്രീ സുരേഷ് ബാബു അതായത് ഈ ഷെഡ്യൂൾ ബാങ്കിലൊക്കെ ഉള്ളത് എല്ലാം KYC എല്ലാം തന്നെ നിശ്ചിത അനുവാദത്തിൽ തന്നെ സുതാര്യവും ഈ പറയുന്ന അതായത് പ്രൈമറി ബാങ്കുകൾ തന്നെയാണ് ജില്ലാ ബാങ്കുകളിലേക്ക് വരുന്നത്, അംഗങ്ങളായി വരുന്നത് എൻ്റെ ബോഡി. അതുകൊണ്ട് ഇങ്ങനൊരു അധികാരം നൽകിയാൽ അത് ദുരുപയോഗപ്പെടുത്തും. ആ വാദഗതിയെ താങ്കൾ എങ്ങനെ കാണുന്നു? സുരേഷ് ബാബു. നടപടിക്രമങ്ങളെക്കുറിച്ചും അതിൻ്റെ സംഗതികളെക്കുറിച്ചൊക്കെയുള്ള അതിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള ഒരു തരത്തിലുള്ള അറിവില്ലായ്മ എന്നെങ്ങനെ ഞാൻ പറയുക. പക്ഷേ അത് കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. പ്രൈമറി ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജൂറിസ്ഡിക്ഷനെ ഇന്ത്യൻ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വളരെ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. ഒന്നുകിൽ അത് ഒരു മുനിസിപ്പാലിറ്റി, അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത്, അല്ലെങ്കിൽ ഒരു വില്ലേജ്, ഇങ്ങനെ 3 ചെറിയ പരിധിക്കകത്ത് മാത്രമേ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ടാക്കാനും പാടുള്ളൂ. അതിന്റെ ജൂറിസ്ഡിക്ഷൻ അത്രയാണ്. ആ ജൂറിസ്ഡിക്ഷനകത്ത് വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിൽ നിന്നുകൊണ്ട് 15ഓ 13ഓ അംഗങ്ങളുടെ ഡയറക്ടർ ബോർഡാണ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയെ നയിക്കുന്നത്. ഒട്ടുമുക്കാലും ആ സംഘങ്ങളിലുള്ള ആളുകളെ, വീടുകളെ, കുടുംബങ്ങളെ നേരിട്ടറിയുന്ന നാട്ടുകാർ ആണ് ആ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയെ ഭരിക്കുന്നത്. അപ്പൊ KYC വേണമെങ്കിൽ KYC ആക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എനിക്കൊരു പ്രൈമറി സൊസൈറ്റിയിൽ ഒരു മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ എന്നെ അറിയുന്നവരാണ് അവിടുത്തെ ഡയറക്ടർമാർ, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ. ആ പ്രദേശത്തിൽ അത്രയും ചെറിയ പരിധിക്കകത്തുള്ള സൊസൈറ്റികളിൽ ഈ എടുക്കുന്ന അക്കൗണ്ടുകളെ കുറിച്ചാണ് ഇപ്പൊ KYC ഇല്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറയുന്നത്. പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫങ്ഷൻസിനെ കുറിച്ച്, അതിൻ്റെ പ്രവർത്തന മേഖലകളെ കുറിച്ച് മനസ്സിലാക്കാതെയാണ് എന്ന് ഞാൻ പറയില്ല. പക്ഷെ ഒരു തെറ്റിദ്ധാരണ പൊതുജന സമക്ഷത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഇത്തരം ഒരു പ്രചാരണം നടത്തുന്നു എന്നല്ലാതെ അതിനകത്ത് അതായത് കാര്യങ്ങളെ വളച്ചൊടിക്കുകയാണ്. ജോർജിലേക്ക് എത്തും മുൻപ് ശ്രീ PV തോമസ്, അപകടകരമായി വരാൻ പോകുന്ന നാളുകൾ താങ്കൾ എങ്ങനെ അനുമാനിക്കുന്നു എന്ന് ഡോക്ടർ ഐസക് ദില്ലിയിൽ ധനമന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിൽ അനൗദ്യോഗികമായി അവരുമായി നടത്തിയ ആശയവിനിമയത്തിൽ വലിയ BJPയുടെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലുമുള്ള ആളുകൾ, ധനമന്ത്രിമാരൊക്കെ തന്നെ വലിയ ഞെട്ടലാണ് പ്രകടിപ്പിക്കുന്നത്. ഈ അർത്ഥത്തിൽ വരാൻ പോകുന്ന അപകട സൂചനകൾ എന്താണ്? ഈ ഡിസംബർ 30 ശേഷം എല്ലാം പരിഹരിക്കപ്പെടുമെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് നമ്മൾക്ക് എങ്ങനെ അതിനെ വിലയിരുത്താൻ കഴിയും, കാതോർക്കാൻ കഴിയും? ശ്രീ PV തോമസ്. പ്രജീഷ്, ചോദ്യം ചോദിച്ചതിന് വളരെ നന്ദി. ഞാനിവിടെ കാത്തിരിക്കുകയായിരുന്നു, പക്ഷേ ചോദ്യങ്ങൾ വരുന്നില്ലായിരുന്നു. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം. മിനിങ്ങാന്നാണ് നമ്മുടെ ഇന്ത്യയുടെ സുപ്രീം കോടതി പറഞ്ഞത് ഒരു റൈറ്റ് സിറ്റുവേഷനാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് ആഭ്യന്തര കലാപമാണ് ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നതാണ് പറഞ്ഞത്. അത് മാത്രം സമ്മപ്പ് ചെയ്താൽ മതിയല്ലോ. എന്താണ് ഈ ഡിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാണയ നിർവീകരണം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്നത്
അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്ന് സുപ്രീം കോടതി അനുമാനിക്കുമ്പോൾ, വാണിംഗ് ചെയ്യുമ്പോൾ, മുന്നറിയിപ്പ് നൽകുമ്പോൾ നമുക്കറിയാം എന്താണ് നടക്കുന്നത്. ഞാനിവിടെ ഡൽഹിയിലിരുന്ന്, ഡൽഹി എന്ന് പറയുന്നത് ഒരു അർബൻ ഏരിയയാണ്, പക്ഷേ വില്ലേജുകളിൽ, ഗ്രാമങ്ങളിൽ എന്തായിരിക്കും നടക്കാമെന്നുള്ള കാര്യം നമ്മൾ അനുമാനിക്കണം. അവിടെ ഇതിനേക്കാൾ മോശമായ സമയമായിരിക്കും. എനിക്കോ നിങ്ങൾക്കോ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ കൊടുത്ത് ഉപയോഗിക്കാം, പക്ഷേ അവിടെ ജനങ്ങൾക്ക് അതിനൊന്നുമുള്ള സാധ്യതയില്ല. 50% ബാങ്കുകളിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ ഡെബിറ്റ് കാർഡ് സിസ്റ്റം വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ, ഇതുപോലുള്ള ക്രെഡിറ്റ് കാർഡ് സിസ്റ്റമൊക്കെ ഉള്ളൂ. അങ്ങനെയുള്ളൊരു രാജ്യത്ത് ഇതുപോലെയുള്ള അക്രമാസക്തമായ ഒരു പരിഷ്കരണം നടത്തുമ്പോൾ ഈ ഗവൺമെൻറ്റിന് എത്ര ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കണം, നമ്മൾ ചോദിക്കണം, എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിക്കണം. എന്നിട്ട് ആൾക്കാർ പറയുന്നു 1000-ന് 2000 നോട്ടുകളുണ്ട്, 500 നോട്ടുകൾ വന്നു കഴിഞ്ഞിരിക്കും. ഒന്നും വന്നിട്ടില്ല. 2000 നോട്ടുണ്ട്, ശരിയാണ്, 500 നോട്ട് വന്നിട്ടില്ല. വന്നാൽ തന്നെ 2000 നോട്ട് കൊണ്ട് ഒരു ഗുണമില്ല. കാരണം 86% നോട്ടുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ 14% വോട്ടിൽ 100, 200, 50 വന്നു കഴിഞ്ഞാൽ 2000 കൊടുത്തു കഴിഞ്ഞാൽ തരില്ല എന്നാണ് പറയുന്നത്. കാരണം ഇല്ല, അത് വെറും യാതൊരു ഫലവുമില്ലാത്ത കാശാണ്, ഒരു കാര്യവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഗവൺമെൻറ് യാതൊരു രീതിയിലുള്ള മുൻകരുതലും എടുക്കാതെ ഉള്ള ഒരു ഇതായിരുന്നു. അതിന് എന്തോ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നു, ആരെയൊക്കെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്തായിരുന്നു. അല്ലെങ്കിൽ കള്ളപ്പെടുത്തലിനെതിരായിട്ടുള്ള ഒരു ഗവൺമെന്റിന്റെയും അവിടെ ആരെ തോൽപ്പിക്കാൻ എന്ന ചോദ്യം താങ്കൾക്ക് കുറച്ചുകൂടി വ്യക്തമാകില്ലേ ശ്രീ പി വി തോമസ്? ആരെ തോൽപ്പിക്കാൻ എന്ന്? കാരണം രാഷ്ട്രീയമുണ്ട്, കോർപ്പറേറ്റുകളെയൊക്കെ തന്നെ സംശയിക്കുന്ന ആളുകളുണ്ട്. ആരെ തോൽപ്പിക്കാനെന്ന് താങ്കൾ ഒന്നുകൂടി വിശദീകരിച്ചാൽ. പ്രജീഷിനും അറിയാം, എന്നെ പോലെ തന്നെ അറിയാം ആരെ തോൽപ്പിക്കാനാണ്, എന്താണ് രാഷ്ട്രീയ ലക്ഷ്യം അറിയാം. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു. പക്ഷെ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാമോ? ആൾക്കാരെ കൊല്ലാമോ? ആൾക്കാർ മരിക്കുകയാണ്. ഈ 50 ദിവസം തരാൻ പറഞ്ഞു നരേന്ദ്രമോദി, പറഞ്ഞു 50 ദിവസം തരാൻ പറഞ്ഞു. ഈ 50 ദിവസം കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാം. പക്ഷേ ഈ മരിച്ചുപോയ 50 പേരുടെ ജീവിതം തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് പരീക്ഷണമാണിത്? എന്താണ് നടക്കുന്നത്? ഈ രാജ്യത്ത് എന്താണ് നടക്കുന്നത്? ആരും ചോദിക്കാനില്ലേ? തീർച്ചയായിട്ടും അതുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞത് ഇവിടെ ആഭ്യന്തര കലാപം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. അത് ഉണ്ടാകാതിരിക്കട്ടെ, പക്ഷേ തീർച്ചയായിട്ടും അത് ഗവൺമെൻറ് മുൻകൂട്ടി കാണണമായിരുന്നു. അത് കണ്ടിട്ടില്ല. അതുപോലുള്ള ആക്രമണമാണ് നടക്കുന്നത് കോഓപ്പറേറ്റീവ് ബാങ്കിനെതിരായിട്ടും അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾക്കെതിരായിട്ടും എല്ലാം ചെയ്യുന്നത്. ആൾക്കാർ മരിക്കുകയാണ്, ക്യൂവിൽ നിന്ന് മരിക്കുകയാണ്. ആൾക്കാർക്ക് മരുന്ന് കഴിക്കാൻ കാശില്ലാതെ മരിക്കുകയാണ്. കയ്യിൽ കാശുണ്ടായിട്ടും ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാൻ സാധിക്കാതെ മരിക്കുകയാണ്. എന്തുകൊണ്ട് സംഭവിച്ചു? എന്താണ് ഇവിടെ ഈ രാജ്യത്ത് നടക്കുന്നത്? അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇവിടെ ആഭ്യന്തര കലാപം ഉണ്ടായേക്കാമെന്ന് പറയുന്നത്. ശ്രീ ഗോവിന്ദൻ മാഷ്, അതായത് തുഗ്ലക് നയം എന്ന് നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിലും ആവർത്തിക്കേണ്ടി വരുന്നത് അവധാനതയില്ലാതെ പോയ, ഉൾക്കാഴ്ചയില്ലാതെ പോയ ഒരു തീരുമാനമാണോ? കാരണം ആണെങ്കിൽ എല്ലാവരും നമ്മൾ ആദ്യം മുതൽ നമ്മൾ അംഗീകരിച്ചു. ദേശീയത ഒക്കെ അവിടെ പറഞ്ഞത് ദേശീയതയാണ്. ഈ ഘട്ടത്തിലും ദേശീയത ആവർത്തിക്കുമ്പോൾ, കാരണം കർഷകർ അവന് കൃഷിഭൂമിയിലേക്ക് പോകുന്നതിന് പകരം ബാങ്കുകളുടെ ഈ മുന്നിൽ കാത്തു നിൽക്കുന്നു. മരണം ഒരു വശത്ത് സംഭവിക്കുന്നു. കാർഷിക മേഖല മുരടിച്ച, സമ്പദ്ഘടനയെല്ലാം മുരടിച്ച, ഇതൊക്കെ എത്തിക്കാൻ പോകുന്നത് എങ്ങോട്ടായിരിക്കും? ആ സമരത്തിലേക്ക് നിങ്ങൾ പറഞ്ഞ രീതിയിൽ എങ്ങനെ ഒരു സമരഭൂമിയേക്ക് പലപ്പോഴും വേദിയായിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള ഈ ഒരു ചലനം, അത് ഏതർത്ഥത്തിൽ കേന്ദ്രത്തിൽ വരെ നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയും? അല്ല, ജനങ്ങളാണ് ആത്യന്തികമായിട്ട് എല്ലാം നിർണ്ണയിക്കുന്നത്. ജനങ്ങൾക്ക് മേലെ കുതിര കയറുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ജനങ്ങളുടെ ജീവിതം കൊണ്ട് പന്താട്ടം നടത്തുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. കാർഷിക ജനവിഭാഗങ്ങൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക നില ഉള്ള രാജ്യമാണ് ഇന്ത്യ. അതായത് ശ്രീ ജോർജ് കുര്യൻ പറയുന്നത് പോലെ ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് പോകാമെന്ന സുപ്രീം കോടതി പറഞ്ഞ ആ ദിവസം കഴിഞ്ഞിരിക്കുന്ന ആ ഘട്ടം മാറിയെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, അത് കൂടാൻ പോവാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ള BJP-കാർക്ക് ഇപ്പോൾ ഊർജ്ജം കുറഞ്ഞു പോയിട്ടുണ്ട്. ആദ്യമെല്ലാം ജോർജ് കുര്യൻ്റെ എല്ലാം ചർച്ച ഞാൻ പങ്കെടുത്തപ്പോൾ ഉൾപ്പെടെ ഞാൻ കേട്ടതാണ്. നല്ല ആവേശത്തിലായിരുന്നു. ഇപ്പോഴും ആ ആവേശമെല്ലാം ചോർന്നു പോയി. BJP-കാർ പൊതുവേ തന്നെ അവരുടെ ആവേശം ചോർന്നിട്ടുണ്ട്. കാരണം അവർ ജനവിരുദ്ധമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് ജനങ്ങൾ അവരുടെ മുഖത്ത് നോക്കി പറയുന്ന സ്ഥിതി വന്നിരിക്കുകയാണ്. ഇതെനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്, നേരത്തെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞതാണ്, ഇപ്പോഴും നമ്മുടെ ഡൽഹിയിൽ നിന്നുള്ള നമ്മുടെ പ്രതിനിധിയും ചൂണ്ടിക്കാണിച്ചതാണ്, 86% പണം മരവിപ്പിച്ച് 500 രൂപയുടെയും 2000 രൂപയുടെയും നോട്ടടിച്ച് 14% ബാക്കിയുള്ള 100 രൂപയുണ്ട്, 50 രൂപയുണ്ട്, 20 രൂപയുണ്ട്, 10 രൂപയുണ്ട്, 5 രൂപയുണ്ട്. ഇതെല്ലാം ഈ കേരളത്തിലും ഇന്ത്യയിലും മുഴുവൻ മനുഷ്യർക്ക് പരസ്പരം കൈമാറ്റം ചെയ്യാൻ സാധിക്കുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സാമ്പത്തിക നിയമത്തിൻ്റെ എന്തെങ്കിലും ഒരു വശം വ്യക്തതയില്ല എന്നുള്ളതാണ്. ഈ ഒരു വശവും വ്യക്തതയില്ല. ഇങ്ങനെയാണിപ്പോൾ ഇത് വന്നു ചേർന്നിട്ടുള്ളത്.
തുഗ്ലക്ക് എന്നെല്ലാം പറഞ്ഞാൽ തുഗ്ലക്ക് പരിഷ്കാരം എന്നെല്ലാം പറഞ്ഞാൽ തുഗ്ലക്ക് തന്നെ മോശമാണ്. അതുകൊണ്ട് അതിനേക്കാളൊക്കെ ഈ ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള ഒരു വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് BJPക്ക് ബോധ്യം വരാൻ സാധ്യതയുള്ള ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ. ജോർജ് കുര്യൻ താൻ ടെലിഫോൺ ലൈനിലുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. അതിന് മറുപടി വേണം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ജോർജ് കുര്യൻ, കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ പൻവേലി കർഷക സമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പാണെങ്കിൽ കൂടിയും ജനമെല്ലാം നോക്കുകയായിരുന്നു. കാരണം നയം നടപ്പാക്കിയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ്, അവിടെ ഒരു സമ്പൂർണ്ണ തിരിച്ചടിയാണ് ഉണ്ടായത്. കാരണം ഒരു കാർഷിക സമിതിക്ക് രാജ്യത്തിൻ്റെ രാഷ്ട്രീയം നിർണ്ണയിക്കാൻ കഴിയുമോ എന്നൊക്കെ താങ്കൾ സംശയം പ്രകടിപ്പിച്ചേക്കാം. ഇനി UP തെരഞ്ഞെടുപ്പ് അടക്കം വരുന്നുണ്ട്. ഈ പ്രതിസന്ധി റെക്ടിഫൈ ചെയ്യാൻ ഡിസംബർ 30 പോരാ ശ്രീ ജോർജ് കുര്യൻ. അല്ലാതെ നിങ്ങൾ സ്വീകരിച്ച നയത്തെ അതിനെ വ്യതിചലിച്ച് കണക്കുകൾ നിരത്തി മറുകണ്ഠം ചാടിയിട്ട് കാര്യമില്ല. ജോർജ് കുര്യൻ, ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു സർക്കാരിന്റെ ദൗത്യം. ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അത് നടത്തിയിട്ട് എവിടെ ബോധ്യപ്പെട്ടു? ശ്രീ ജോർജ് കുര്യൻ, ആർക്ക് ബോധ്യപ്പെട്ടു? നിങ്ങൾ പറയുന്നത് ജനം തെരുവിലെ നിങ്ങൾ പറയുന്നത് പോലെ ഈ ആഭ്യന്തര കലാപമൊന്നും ഇതൊന്നും ചെയ്യാത്ത ജനങ്ങൾ. കാരണം സാധാരണക്കാരനറിയാം, 1 സെന്റ് സ്ഥലം സാധാരണക്കാരന് വാങ്ങിക്കാൻ പറ്റും. എത്ര ആളാണ് ഭവനരഹിതരായിട്ടുള്ള ഒരു സാധാരണ. ഇപ്പം കോടിയേരി ബാലകൃഷ്ണന്റെയും പിണറായി വിജയന്റെയും കുടുംബങ്ങളും മുഴുവൻ കോർപ്പറേറ്റ് മേഖലയായിട്ട് ബന്ധപ്പെട്ടവരാണ്. അവര് കുത്തക മുതലാളിമാരുടെ കമ്പനികളിലാണ് അവരുടെ മക്കളുള്ളത്. പക്ഷെ സാധാരണക്കാരന്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം നിരത്താൻ ഇത് വെറും ഒരു വാദത്തിന് വേണ്ടി പറയാതെ നിരത്താൻ വസ്തുത കണക്കുകൾ പോലും യോജിക്കാതെ പോകുന്നല്ലോ ശ്രീ ജോർജ്. അല്ലല്ല അങ്ങനെയല്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലാവില്ല. പണ്ടത്തെ കമ്മ്യൂണിസ്റ്റുകാരല്ല ഇപ്പൊ അതിന്റെ നേതൃത്വത്തിലുള്ളവര്. സക്കീർ ഹുസൈനെ പോലെയുള്ളവര്, കോടിയേരി ബാലകൃഷ്ണനെ പോലെയുള്ളവര്, പിണറായി വിജയനെ പോലെയുള്ളവരൊക്കെയാണ്. കോർപ്പറേറ്റ് മേഖലയിൽ അവരുടെ എല്ലാം മക്കളെ വിട്ടിട്ട് അവർ സൂചിക്കുകയാണ്. ഈ പാവപ്പെട്ടവരങ്ങനെ 1 സെന്റ് സ്ഥലം വാങ്ങിക്കും. അവരാണ് BJPയുടെ കൂടെ നിൽക്കുന്നത്, സർക്കാരിന്റെ കൂടെ നിൽക്കുന്നത്. പാവപ്പെട്ടവരാണ് നിൽക്കുന്നത്. അവരുണ്ട്, ആരും കലാപത്തിന് പോകില്ല. അല്ലല്ല ശ്രീ ജോർജ് ദയവായി താങ്കൾക്ക് അറിയാവുന്ന ശ്രീ ഉഴവൂർ വിജയൻ രാഷ്ട്രീയം മാറ്റിവെക്കുക. എന്താണ് കോട്ടയത്തെയൊക്കെ ജനങ്ങളുടെ, ശ്രീ ജോർജ് കുര്യൻ കാണാതെ പോകുന്നതാണോ കാര്യങ്ങൾ, പുറത്തേക്ക് അദ്ദേഹം ഇറങ്ങാത്തത് കൊണ്ടാണോ, എന്താണ് കോട്ടയത്തെയൊക്കെ ജനങ്ങളുടെ ഒരു സ്ഥിതി? താങ്കളെ വിട്ടേക്കൂ. താങ്കൾ ഒരു പക്ഷേ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയതുകൊണ്ട് കാറിലൊക്കെ സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ പണം വാങ്ങാൻ ആളുണ്ട്. സാധാരണക്കാരുടെ അവസ്ഥ എന്താണ് കോട്ടയത്ത്? അത് ജോർജ് കുര്യന് നന്നായി അറിയാം. എങ്കിലും ജോർജ് കുര്യൻ ഇപ്പോൾ പാർട്ടിയുടെ വക്താവാകുമ്പോൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പറയുന്നേ ഉള്ളൂ. ജോർജ് കുര്യന് പ്രത്യേകിച്ച് ഒരു സാധാരണക്കാരനാണ്, ആളുകളൊക്കെ ആയിട്ട് ഇടപഴകുന്ന ആളൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ അവർക്ക് യാതൊരു നിവൃത്തിയില്ല. അതുകൊണ്ട് ജോർജ് കുര്യനോട് പഴയ ഊർജം പോയിരിക്കും. എനിക്ക് പറയാനുള്ളത്, അടുത്ത ഞായറാഴ്ച ഏതെങ്കിലും പള്ളിയിൽ പോയി ഈ ചെയ്ത തെറ്റിന് ഒരു കുമ്പസാരം നടത്തി, അതുപോലെ തന്നെ നേതാക്കന്മാരോട് പറയണം ഒരു മാപ്പ് അപേക്ഷ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ. നരേന്ദ്രമോദിയും അതുപോലെ അമിത്ഷായും അവർ നല്ല ആവേശത്തിലായിരുന്നു. ഒരല്പം രക്ഷപ്പെട്ടൊക്കെ വരികയും അധികാരത്തിൽ വരികയൊക്കെ ചെയ്ത് ആ ഗ്ലാമറെല്ലാം പോയി ആകെ കഷ്ടത്തിലായിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ശത്രുക്കൾക്ക് പോലും ഇപ്പോഴത്തെ ഈ ഗതി വരുത്തരുതേ എന്നാണ് BJPയുടെ ഇപ്പോഴത്തെ ഈ ദുരവസ്ഥ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ നാട്ടിലെ ജനങ്ങൾക്കും തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയും ജനങ്ങളെ കഷ്ടപ്പെടുത്താതെ, ഭിത്തിയോട് ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ് ജനങ്ങൾ. ഇനി പുറകോട്ട് പോകാൻ ഇടയില്ല. അത് ജോർജ് കുര്യൻ മനസ്സിലാക്കണം. ശ്രീ PM സുരേഷ് ബാബു, ഇനിയൊരു സമരത്തിന് കാതോർക്കുകയാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ ഈ രണ്ടഭിപ്രായം മാറ്റിവെച്ച് ഏത് ദിശയിലുള്ള ഒരുമിച്ച് നിന്നാൽ, കാരണം ചരിത്രത്തിൽ പല ഘട്ടങ്ങളിൽ ഒക്കെ തന്നെ ഇത് സംഭവിച്ചിട്ടുള്ളതാണ്. ഇത് ഇല്ലം ചുടുന്ന ഒരു ഘട്ടത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ആത്യന്തികമായ ഒരു വിഷയത്തിലേക്ക് ഇനിയും ചെന്നെത്താൻ കഴിയും. ആ ചർച്ചകൾക്ക് ഇന്ന് AC മൊയ്തീൻ പറഞ്ഞതുപോലെ ഒരു വിളി ഉണ്ടാവുകയാണെങ്കിൽ നിലപാട് മാറ്റാൻ നിങ്ങൾ തയ്യാറാണോ? ഇതൊക്കെ നമുക്കറിയാവുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ. 2004 ഗവൺമെൻറ്, UPA ഗവൺമെൻറ്റൊക്കെ ഉണ്ടായിരുന്ന സമയവും 2008 ആ ഗവൺമെൻറ്റിനെ താഴത്തടക്കാൻ വേണ്ടി BJPയുമായി ചേർന്ന് CPM നടത്തിയ നടപടികളുമൊക്കെ ഞാനതൊന്നും എടുത്തുറക്കാൻ ആഗ്രഹിക്കുന്നില്ല. കോസിൻ്റെ കൂടെ ഞങ്ങളുണ്ട്, ഒരുമിച്ചൊരു സമരത്തിനില്ല.
ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി അതിനകത്ത് എന്തെങ്കിലും ഒരുമിച്ചൊരു സമരവും കൂടി ആവശ്യമുണ്ട് എന്ന് പാർട്ടിക്ക് ബോധ്യമാവുന്ന സമയം അത് 2:20 വ്യക്തമാണ്. 20 സെക്കൻഡിൽ മറുപടി എന്തായാലും ശ്രീ ഗോവിന്ദ മാഷ് പറയാം. അതിനു മുൻപ് അത് വ്യക്തമാണ് എന്തുകൊണ്ട് ഒരു പക്ഷേ വലിയ ഒരു ഈർച്ചക്കേട് സംഭവിച്ചിട്ടുണ്ട് പി വി തോമസിലേക്ക്. പി വി തോമസ്, ഈ റെക്ടിഫിക്കേഷന് എത്ര ദിവസമെടുക്കും? ഈ പറയുന്നത് പോലെ 1 മാസമോ ഇവിടെ 6 മാസം വരെ എടുക്കുമെന്നാണ് ഗോവിന്ദ മാഷ് ആശങ്ക പ്രകടിപ്പിക്കുന്നത്. ഈ ഒരു സ്ഥിതി നിലവിൽ തുടരുന്ന ഈ ദുരവസ്ഥയ്ക്ക് മാറ്റം താങ്കൾ എത്ര ഒരു ഡെഡ് ലൈൻ ഇടുന്നു ശ്രീ പി വി തോമസ്? വളരെ സമയമെടുക്കും. കാരണം 6 മാസം എന്നുള്ളത് വളരെ ശരി തന്നെയാണ്. കാരണം ഇത്രയും നോട്ട് അടിക്കാനായിട്ട് 6 മാസം ചുരുങ്ങിയതെടുക്കും. അതിനുശേഷം ഒരു നോർമലൈസ് ചെയ്യാനായിട്ട് പ്രധാനമന്ത്രി പോലും 50 ദിവസം ചോദിച്ചു. ഈ 6 മാസം എന്നുള്ളത് വളരെ ശരിയായ കണക്കാണ്. ഈ ഇത്ര നോട്ട് അടിക്കണം, 22 ലക്ഷം കോടി രൂപ മറ്റേ അടിക്കേണ്ടതായിട്ട് വരും. അതിനുള്ളത് ഉണ്ടായിട്ടില്ല, അതൊന്നും ചെയ്തിട്ടില്ല, ചെയ്യാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ ATMs റീകാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ പ്രാഥമികമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അതിന് സമയമെടുക്കും. അപ്പോൾ നമ്മൾ സഹിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശരി. ശ്രീ ഗോവിന്ദ മാഷ് 20 സെക്കൻഡിൽ മറുപടി. കാരണം അദ്ദേഹം പറഞ്ഞ അന്ന് നിങ്ങൾ അവരെ അറിയിക്കുക, സത്യാഗ്രഹ സമരത്തിലേക്ക് പോകുമ്പോഴും ഒക്കെ ഒരു വാഴക്കനടക്കം പ്രകടിപ്പിച്ച് അവരെ അറിയിച്ചില്ല. എന്തായാലും ഇനിയൊരു അതൊക്കെ വെറുതെ പറഞ്ഞാണ്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് പോയി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നേരിട്ട് സംസാരിക്കുകയാണ്. യോജിച്ച് നമുക്ക് മുന്നോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞതാണ്. ചില നിർദ്ദേശങ്ങൾ അവർ മുന്നോട്ടേക്ക് വെച്ചതാണ്. അതൊക്കെ അംഗീകരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ ഭരണകക്ഷി എന്ന രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന് തയ്യാറുമാണ്. എന്നാൽ പിന്നീടുണ്ടായിട്ടുള്ള സംഭവങ്ങൾ യോജിച്ച് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കോൺഗ്രസുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കണം എന്നുള്ള താല്പര്യം കൊണ്ടല്ല. കേരളത്തിലെ സാമ്പത്തിക ഘടനയെ ഗൗരവതരമായിട്ട് ബാധിക്കുന്ന സഹകരണ മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള BJP ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ വ്യക്തികളും ഗ്രൂപ്പുകളും ആരാണെന്ന് നോക്കാതെ ആരായാലും അവരെല്ലാം ചേർത്ത് മുമ്പോട്ടേക്ക് പോകാനുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ആ സ്വീകരിക്കുന്ന നിലപാട് ഞങ്ങൾ ഇപ്പോഴും മാറ്റം വരുത്തുന്നില്ല. ആരൊക്കെ വരാൻ തയ്യാറുണ്ടോ അല്ലെങ്കിൽ അവരാരൊക്കെ സ്വയം സമരത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കും പോകുന്നോ അതിനൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിലെ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നിലപാടിനെ തിരുത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടലാണ് ഉണ്ടാവേണ്ടത്. ആ ഇടപെടലിൽ നിന്ന് മാറി നിൽക്കാൻ BJPയോടൊപ്പം നിൽക്കുന്ന ജനങ്ങൾക്ക് പോലും ആവില്ല. കോൺഗ്രസിൻ്റെ മാത്രമല്ല ഞാൻ പറയുന്നത്, കോൺഗ്രസിൻ്റെയോ UDFൻ്റെയോ മാത്രമല്ല BJPയോടൊപ്പം നിൽക്കുന്ന സാധാരണ ജനങ്ങൾക്ക് പോലും ഈ സഹകരണ മേഖലയെ തകർക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് നിലപാടിനെ പ്രതിരോധിക്കാൻ, അതിനെതിരായി ശക്തിയായി പൊരുതാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്, ചുമതലയുണ്ട്. ജനങ്ങൾ ആകെ ഒറ്റക്കെട്ടായിട്ട് ഈ പ്രക്ഷോഭത്തിൻ്റെയും സമരത്തിൻ്റെയും മുമ്പിൽ വരും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ശരി, വ്യക്തമാണ്. വളരെ നന്ദി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, PV തോമസ്, ഗോവിന്ദൻ മാഷ്, ജോർജ് കുര്യൻ, ഉഴവൂർ വിജയൻ ചർച്ചയിൽ പങ്കുചേർന്നത്.